Watch full episodes on Jio Hotstar. ഇങ്ങോട്ട് മാഡം കാണുങ്കോ, പുറത്തേക്ക് ഇറങ്ങി വാ. എനിക്ക് സംഭവിച്ച അപമാനത്തിന് ഞാൻ പകരം വീട്ടാൻ വന്നിരിക്കുകയാണ്. എന്ന് ഞാൻ ആരെയും വെറുതെ വിടില്ല. മാഡം കാണുങ്കോ, നിങ്ങൾ എന്നെ ഒരുപാട് അപമാനിച്ചു. ഇവിടെ എന്താ പ്രശ്നം ക്യൂബ് മജീഷ്യൻ? ഞാൻ നിങ്ങളെ എപ്പോഴാ അപമാനിച്ചത്? നമ്മൾ മുൻപ് കണ്ടിട്ടേയില്ല. ഓ, അപ്പൊ നിങ്ങൾക്ക് കള്ളം പറയാൻ അറിയാമല്ലേ? കൊള്ളാം. അതും എന്റെ സിറ്റിയിൽ എന്നെ അപമാനിച്ചു. പക്ഷെ നിങ്ങൾ ഇപ്പൊ പറയുന്ന കേട്ട തോന്നും നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന്. പക്ഷെ നീ ഇങ്ങനെ പറയുന്നതൊന്നും ഞാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ പോകുന്നില്ല. അതും കേട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകത്തുമില്ല. രുദ്ര, എവിടെയാ നീ? വേഗം വാ. ക്യൂബ് മജീഷ്യൻ, നിങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ ചെയ്യുന്നേ? അവരെല്ലാം വെറുതെ വിട്. ഇവരാരെയും എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാവില്ല. നിനക്ക് പോലും അതിന് കഴിയില്ല. ക്യൂബ് മജീഷ്യൻ, രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ സംശയിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും എന്നോട് ഏറ്റുമുട്ടിയാൽ അവരെല്ലാവരും ഈ ക്യൂബ്സിന്റെ അകത്ത് എത്തിച്ചേരുന്നതായിരിക്കും. രുദ്ര, മാഡം കാണുങ്കോ, എന്റെ പകരം വീട്ടുന്ന അധ്യായം ഇനിയും ബാക്കിയുണ്ട്. ഐ വിൽ ടേക്ക് മൈ റിവെഞ്ച്. ഞാൻ നിന്നെയും നിന്റെ ടീച്ചേഴ്സിനെയും എന്റെ അടിമകളാക്കി മാറ്റും. നോക്കിക്കോ രുദ്ര, നിങ്ങളെ എല്ലാവരെയും എത്ര കാലത്തേക്ക് രക്ഷിക്കോ? ഞാൻ വീണ്ടും തിരിച്ചു വരും. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ട പേടിക്കണം. ഞാനാണ് ഷാകാൽ. കണ്ടില്ലേ ഞാൻ ആ സ്കൂളിൽ എന്ത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ആൾക്കാർക്ക് എന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊക്കെ ചെയ്തത് നീയാണോ? അല്ല, നീ അതിന് മാത്രം എന്താ ചെയ്തേ? ക്യൂബ് മജീഷ്യനെ എന്തുകൊണ്ട് ഇത്ര ദേഷ്യം? ഇപ്പോ ആനുവൽ ഫംഗ്ഷൻ വരാൻ പോവുകയാണ്. ഞാൻ മാഡം കാരുൻകോയെ കണ്ടു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇത്തവണ ഫംഗ്ഷനിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെ ആക്കണമെന്ന്. എല്ലാ പ്രാവശ്യവും ജയ്സിംഗ് ചൗഹാനെ അല്ലേ വിളിക്കുന്നത്. പക്ഷെ ഈ പ്രാവശ്യവും അവര് എന്റെ റിക്വസ്റ്റ് റിജക്ട് ചെയ്തു. എന്നിട്ട് അവരെന്നോട് നിനക്കതിനുള്ള വാല്യൂ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഞാൻ അവർക്കത് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. എന്റെ നിലയും വിലയും എന്താണെന്ന് അവര് തിരിച്ചറിയണം. മാഡം കാണുങ്കോ, നിങ്ങള് ഇവിടെ എങ്ങനെയാണ് വന്നത്?
ക്യൂബ് മജീഷ്യൻ, ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഫംഗ്ഷനാണ്. ഇത്തവണ നിങ്ങളെ ചീഫ് ഗസ്റ്റ് ആക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. ഓ താങ്ക് യു മാഡം കാനുങ്കോ, താങ്ക് യു. ഇത് എന്നെ സംബന്ധിച്ച് വളരെ ഓണറായ വിഷയമാണ്. സഹോദരന്മാരെ ഞാൻ പറയുന്നത് കേൾക്കൂ. മാഡം കാനുങ്കോ എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വളരെ വലിയ മജീഷ്യൻസിനെയൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ നല്ലൊരു സ്പീച്ച് എഴുതിക്കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. കലക്കി ക്യൂബ് മജീഷ്യൻ, നിങ്ങളൊരു കാര്യം നിരൂപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേര് ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യൻസിനൊപ്പം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ അഭിമാനത്തെ അധികമാക്കുന്ന കാര്യമാണ്. മാജിക് മായാജാലക്കാരൻ, എന്നെ കണ്ടാൽ പേടിക്കണം. എന്റെ പേരാണ് ഷാഖാൻ. നിർത്ത്. എന്റെ സ്കൂളിൽ നിന്നുള്ള ഫോൺ കോളാ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. സോറി ക്യൂബ് മജീഷ്യൻ, ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എനിക്കില്ല. എനിക്ക് ഇപ്പോഴാ ഫോൺ വന്നത് ചീഫ് ഗസ്റ്റിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? അതെന്താണെന്ന് വെച്ചാ, ഞങ്ങൾക്ക് ഇതുവരെ ചീഫ് ഗസ്റ്റ് ആക്കാനായിട്ട് ഒരു നല്ല മജീഷ്യനെ കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാരും പറഞ്ഞു ഏതെങ്കിലും ഒരു തരികിട മജീഷ്യനായാലും കുഴപ്പമില്ല വിളിച്ചു വരുത്താൻ. ജോലിയും കൂലിയും ഇല്ലാതെ കറങ്ങി നടക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ. പിന്നെന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ തേടി വന്നത്? ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി. അങ്ങനെ ജോലിയൊന്നുമില്ലാതെ കറങ്ങി നടക്കുന്ന മജീഷ്യൻ എവിടെയാ ഉള്ളതെന്ന്. അപ്പോൾ എന്റെ ടീച്ചേഴ്സ് നിങ്ങളുടെ പേരാ പറഞ്ഞത്. നിങ്ങളെപ്പോലെ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു തരികിട മജീഷ്യൻ വേറെ എവിടെയാ ഉണ്ടാവാ? അവർ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ശരിയായി തോന്നി. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷേ ഇപ്പോൾ ഒരു നല്ല മജീഷ്യൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുക. ഇനി നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എന്നാ ശരി, ഞാൻ പോകുന്നു. വന്നിരിക്കുന്നു ചീഫ് ഗസ്റ്റ് ആണെന്ന് പറഞ്ഞൊരു മജീഷ്യൻ. നിൽക്കവിടെ, തിരിച്ചു വാ. നിനക്ക് അങ്ങനെയൊന്നും പോകാനാവില്ല. എന്റെ സിറ്റി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് നിനക്ക് അങ്ങനെ പോകാനാവില്ല. മാഡം കാനുങ്കോ തിരിച്ചു വരാനാ പറഞ്ഞത്. മാഡം കാനുങ്കോ, ഞാൻ നിന്നെയും നിന്റെ ടീച്ചേഴ്സിനെയും ഒരു വഴിയാക്കാതെ വിടില്ല. ഞാൻ അത്ര തരികട മജീഷ്യൻ അല്ലെന്ന് പ്രൂവ് ചെയ്തിരിക്കും. I will show my powers. ഞാൻ നിങ്ങളെ തെരുവിലിറക്കി കൊണ്ടുവരും, നോക്കിക്കോ. നീ അതിഭയങ്കര ഈവിളാണ്. കാര്യമായിട്ട് പറയാ, നിനക്ക് ചീഫ് ഗസ്റ്റ് ആവാൻ ഒരു യോഗ്യതയുമില്ല. ആരാത്? ആരാ എന്നെ ഫോളോ ചെയ്തു വരുന്നത്? ഇതുപോലെ രാത്രി സമയത്ത് എന്നെ പോലെ തരികട മജീഷ്യന് മാത്രമേ നിന്നെ ഫോളോ ചെയ്ത് വരാൻ കഴിയൂ. സഹായിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. സഹായിക്കണേ ടീച്ചേഴ്സ്. രുദ്ര, ഇത് മേഡം കാനുങ്കോയുടെ ശബ്ദമല്ലേ? അവരെന്തോ പ്രശ്നത്തിലാ. മാഡം കാനുങ്കോ. രുദ്ര, നമ്മൾ തമ്മിൽ ഒരു വിരോധവുമില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ അവസാനമായിട്ട് വാൺ ചെയ്യുകയാണ്. നീ എന്റെ റൂട്ട് ക്രോസ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. പക്ഷെ എന്താ സംഭവിച്ചത്? അതെങ്കിലും ഒന്ന് പറ. ഈ കാര്യം മാഡമിനും ടീച്ചേഴ്സിനും അറിയാം. നീ ചെന്ന് അവരോട് ചോദിക്കുക. ഞാൻ ടീച്ചേഴ്സിനെ കൊണ്ടുപോകാൻ വീണ്ടും തിരിച്ചു വരും. ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല ക്യൂബ് മജീഷ്യൻ ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്യുന്നതെന്ന്. എന്തിനാ അവൻ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ അല്ല രുദ്ര, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും സേഫ് സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരുന്നേക്ക്. ഞാൻ അതിനകം ക്യൂബ് മജീഷ്യനെ പിടിക്കാനുള്ള വഴി ആലോചിക്കട്ടെ.
നിൽക്ക് നിൽക്ക്, ഞാൻ പറയാം. അവൻ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അവന്റെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ആ സമയത്ത് എല്ലാ ടീച്ചേഴ്സും പുറകിൽ കൂടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യണം. നമുക്ക് അവനെ മടക്കി പിടിക്കാം. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ദയവ് ചെയ്ത് എടുത്തു ചേർന്നത്. ഞാൻ ആലോചിക്കട്ടെ. അതൊരിക്കൽ നിങ്ങൾ എല്ലാവരും സേഫ് ആയ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കെ. അവൻ നിങ്ങളെ പിടികൂടാനാണ് വരുന്നത്. നിങ്ങൾ ആരും അവനെ കണ്ടില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ നിങ്ങളെ പിടിക്കുന്നത്? വരൂ, ഫോളോ മീ. വേണ്ട, അവിടെ നിൽക്ക്. നിങ്ങളെ ഫോളോ ചെയ്തോളാം. അത് ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ അവിടെ നിൽക്ക്. ഞാൻ പറയുന്നത് കേക്ക്. നിൽക്ക്. ക്യൂബ് മജിഷ്യൻ, ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാ. നിനക്ക് അത്രയ്ക്കും ധൈര്യമാണല്ലേ? മിസ് സെക്യൂരിറ്റി, എനിക്ക് തോന്നുന്ന ജീവനേക്കാൾ ഏറെ മാഡം കാനുങ്കോന്റെ സേഫ്റ്റിയാണ് പ്രധാനമെന്ന്. അതുകൊണ്ടല്ലേ നീ അവരോടൊപ്പം ചേർന്ന് ക്യൂബിന്റെ അകത്ത് കുടുങ്ങി പോകാൻ ശ്രമിക്കുന്നത്? നിനക്ക് അത്രയ്ക്ക് ധിക്കാരമോ? നീ എന്റെ മേഡത്തെ അറസ്റ്റ് ചെയ്തു അല്ലേ? ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. നിന്നെ ഞാൻ ഡിറ്റക്ഷൻ റൂമിൽ കൊണ്ടിടും. അയ്യോ, എന്റെ മാഡം കനുകയെ വിട്ടേക്ക് പ്ലീസ്, പ്ലീസ്. അവരെ അങ്ങ് വിട്ടേക്ക്. നീ എന്തിനാ അവരെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും? അല്ല, പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത്? 2 മിനിറ്റ് മുമ്പ് വീരസൂര പരാക്രമിയെ പോലെയാണല്ലോ സംസാരിച്ചത്. അല്ല, എന്താണ് ഇതൊക്കെ? എന്നെ വിട്, എന്നെ വിട്, എന്നെ രക്ഷിക്ക്, രക്ഷിക്ക്. നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. പിടിക്കവനെ, അവനെ വേഗം പിടിക്കേ. ഇപ്പൊ നീ എന്തിനാ ചിരിക്കുന്നത്? എന്താ പറ്റിയേ? എനിക്കറിയാമായിരുന്നു നീ നാടകം കളിക്കാണെന്ന്. എനിക്ക് അറിയാമായിരുന്നു ഇതിന്റെ പിന്നിൽ എന്തോ പദ്ധതി ഉണ്ടെന്ന്. എനിക്ക് മുൻപേ അറിയാമായിരുന്നു. ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. ഞാൻ വളരെ വലിയൊരു മജീഷ്യനാണ്. അത് ഞാൻ നിരൂപിക്കാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എത്ര പേരാണോ എന്റെ നേർക്ക് റേസ് വെച്ച് ആക്രമിച്ചത്? നിങ്ങൾ എല്ലാവരും ക്യൂബിനകത്ത് പെട്ടുപോകും. നോക്കിക്കോ. എന്നെ ഒന്നും ചെയ്യരുതേ. രക്ഷിക്കൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. അയ്യോ, അയ്യോ, രക്ഷിക്കൂ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ഓ, രക്ഷിക്കൂ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന്. എന്നിട്ട് നിങ്ങളത് കേട്ടില്ല. മൈര, ഞാൻ എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു പോയി. മാഡം കാണുകയെ ഓർത്തപ്പോൾ ഞാൻ ആകെ വിഷമത്തിലായി പോയി. രുദ്ര, രക്ഷിക്കണേ. എന്താ മജീഷ്യൻ ഇത്? ഈ ഫൈറ്റ് കാരണം നിങ്ങൾ ഒന്നും സാധിക്കാൻ പോകുന്നില്ല. പ്ലീസ്, അവരെ വെറുതെ വിട്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുവാണ്. അവരെ വെറുതെ വിട്. രുദ്ര, ഞാൻ നിന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാനുള്ള മൂഡിലല്ല. അതുകൊണ്ട് നീ എന്റെ ക്യൂബ് സോൾവ് ചെയ്തതാ. ഒരുപക്ഷെ നീ എന്റെ ക്യൂബ് സോൾവ് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ ഇവരെ എല്ലാം വിട്ടേക്കാം. ഒരുപക്ഷെ നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകും. അപ്പോ നീ ഒരു അക്ഷരം പോലും മിണ്ടരുത്. എനിക്ക് സമ്മതം. അതിലുള്ള എല്ലാ ബ്ലോക്സിലും നിന്റെ ടീച്ചേഴ്സിന്റെ ഫേസ്, ബോഡീസിന്റെ മിക്സ് ഇമേജസ് ഉണ്ട്. നീ മാഡം കാനുങ്കോന്റെ ഇമേജസ് ആണ് ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ നിന്റെ കൈവശമുള്ളത് 1 മിനിറ്റ് മാത്രമാണ് സമയം. ഓക്കെ. രുദ്ര, ഇനി 5 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. വേഗം ചെയ്യേ. അയ്യോ, എന്തിനാ എന്നെ ഇങ്ങനെ മാറ്റിക്കളഞ്ഞത്? അയ്യോ, എന്തോ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാഡം കാനുങ്കോടെ ഫേസ് ആണല്ലോ ഉണ്ടാക്കിയത്. ഒരു ചീറ്റിംഗും സംഭവിച്ചിട്ടില്ല. ശരി, ഞാൻ നിനക്ക് മറ്റൊരു ചാൻസ് കൂടി തരാം. Your time starts now.
കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. സോറി, നിനക്കത് ചെയ്യാൻ പറ്റിയില്ല. നോ മോർ ചാൻസസ്. ഇത് cheating ആണ്. 100% cheating ആണ്. രുദ്ര, രണ്ട് പ്രാവശ്യം മേഡം കാനുകയെ ഫിക്സ് ചെയ്ത് തന്നതാണ്. നീ cheating ആണ് ചെയ്തത്. ഓക്കെ ലാസ്റ്റ് ചാൻസ്. ഇപ്രാവശ്യം റെക്കോർഡിംഗ് ചെയ്യ. അപ്പൊ മനസ്സിലാവുമല്ലോ എന്താണ് സത്യം, എന്താണ് കള്ളമെന്ന് മനസ്സിലാവുമല്ലോ. മൈര, ഞാൻ എപ്പോഴാണോ ക്യൂബ് സോൾവ് ചെയ്യുന്നത്, അവൻ തന്നെ കാലം കൊണ്ട് ക്യൂബിന്റെ മേളിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. കേക്ക്, ഞാൻ പറയുന്നത് പോലെ ചെയ്യും. അതുപോലെ ചെയ്യണം. ഓക്കെ? മൈര, ഇപ്പോ അന്തർ മന്ദർ കാളി കലന്തർ ചൂ. ചെല്ല്, ചെന്ന് മെജിഷ്യനെ അടിക്ക്. വിട് വിട് എന്നെ വിട്. ഇല്ല ഇല്ല, ഞാൻ നിന്നെ വിടില്ല. രുദ്ര, നീ വളരെ ബ്രില്യന്റ് ആണ്. എന്റെ ക്യൂബിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. ക്യൂബ് മജീഷ്യൻ, ആദ്യം നീ ഇത് പറ, നിന്നോട് ഞാൻ എന്ത് കുറ്റാ ചെയ്തേ? അത് ഞാൻ പിന്നെ പറയാം. നിങ്ങൾ എന്താ ചെയ്തതെന്ന് പിന്നെ പറയാം. ആദ്യം ഞാൻ അവനെ ഒന്ന് നോക്കട്ടെ. അവനല്ലേ നിങ്ങളെ രക്ഷിച്ചത്. രുദ്ര, അങ്ങനെ നീ വലിയ മജീഷ്യൻ ആണെങ്കിൽ ഇപ്പൊ നീ അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന് കാണിക്ക. Focus and believe. Focus and believe. Focus and believe. Focus and believe. Sebaiska, boom, chick, boom. നിനക്കൊരു കാര്യം പോലും ശരിക്കും ചെയ്യാൻ അറിയില്ലേ? ക്യൂബ് മജീഷ്യൻ, ഇപ്പോഴെങ്കിലും പറ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? ഇവിടെ ആർക്കും അറിയത്തില്ല നിങ്ങൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് മാഡം കാനുകയുടെ വിസിറ്റിന്റെ റെക്കോർഡിംഗ് വല്ലതും ഉണ്ടോ? അതെ, ഉണ്ടല്ലോ. ഇതാ, ഇത് നോക്ക്. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാഖാൽ. നിന്നെയൊക്കെ വിശ്വസിച്ച എന്നെ പറഞ്ഞാ മതിലോ. ഇതെല്ലാം ഷാക്കാൽ ചെയ്ത ചതിയാണ്. അവൻ നിങ്ങളുടെ വേഷം ഇട്ട് ചെന്ന് ക്യൂബ് മജീഷ്യനെ പറ്റിച്ചിരിക്കുവാണ്. ഷാക്കാൽ, എവിടെയാ നീ? മുന്നിലേക്ക് വാ. ഞാനിവിടെ ഉണ്ട്. അല്ല, ഞാനിവിടെ ഇല്ല. അതായത് ഞാനിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പോവാണ്. ഞാൻ മാജിക് മായാജാലക്കാരൻ. ബൈ ബൈ. അപ്പൊ ഷാക്കൽ പോവുകയാണ്. ഷാക്കൽ പോകുന്നു. നീ ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് ഷാക്കാൽ? നമ്മൾ തമ്മിൽ സെറ്റിൽ ചെയ്യാൻ ഒരുപാട് കണക്കുകളുണ്ട്.
വേണ്ട 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 ക്യൂബ് മജീഷ്യൻ നീ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. എന്നെ വെറുതെ വിട്. അയ്യോ എന്നെ വെറുതെ വിട്. ആരെങ്കിലും രക്ഷിക്കണേ. രുദ്ര എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കും രുദ്ര. ഹെൽപ് മീ. നോക്ക് നോക്ക്, നീ എല്ലാവരും സഹായിക്കുന്ന ആളല്ലേ. നീ എത്ര നല്ല മനസ്സുള്ള പയ്യനാണ്. പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കേ. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. ഞാനൊരു ചെറിയ കൊച്ചു കുട്ടിയാണ്. എന്നെ വെറുതെ വിട്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്നെ ഇവിടുന്ന് പുറത്തിറക്കി താ. മമ്മി അയ്യോ എനിക്ക് മുള്ളാൻ പറ്റുന്നു. ഇവന്റെ കണക്ക് തീർക്കാൻ ഞാൻ ഇവനെ വിട്ടേക്കുന്ന പ്രശ്നമില്ല. ബൈ ബൈ. ഒന്ന് നിൽക്കൂ ക്യൂബ് മജീഷ്യൻ. എനിക്കൊരു കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാറുണ്ട്. ഈ വർഷത്തെ ഞങ്ങളുടെ ആനുവൽ ഫംഗ്ഷനിൽ നിങ്ങൾ തന്നെയായിരിക്കും ചീഫ് ഗസ്റ്റ്. താങ്ക് യു താങ്ക് യു. സോറി, ഞാൻ നിങ്ങളെ സംശയിച്ചു പോയി. പിന്നെ ഞാൻ നിങ്ങളെല്ലാവരെയും ശല്യപ്പെടുത്തി. ബൈ ബൈ. അമ്മാവ, അതിരാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ മലശിഖരങ്ങൾ കാണിക്കാനാണോ? ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. അതെ അമ്മാവ, എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി കാർഡ്സ് റെഡിയാക്കണം. എനിക്കും അതറിയാം കുട്ടികളെ. ഓരോ ടീച്ചേഴ്സ് ഡേയിലും രുദ്രയാണ് ലൈം ലൈറ്റിൽ വന്ന് നിൽക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അവന് സംഭവിക്കാൻ പോകുന്നത് ഗംഭീര തോൽവിയായിരിക്കും. ജനി, ജോഡി, നിങ്ങളുടെ അമ്മാവൻ നിങ്ങൾക്ക് എന്തോ സർപ്രൈസ് തരാനിരിക്കുക. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാൻ. ഇതാണ് ഷാക്കാലിന്റെ മാജിക്. അത് നമ്മുടെ ശത്രു രുദ്രയെ ഇന്നൊരു വഴിയാക്കും. ഒരു പ്രാവശ്യം അവൻ ഇതിനകത്തെത്തിപ്പെട്ടാൽ ഇന്നത്തെ ടീച്ചേഴ്സ് ഡേ അവന്റെ അവസാനത്തെ ടീച്ചേഴ്സ് ഡേ ആയിരിക്കും. അല്ല അമ്മാവ, രുദ്ര എന്തിനാ അതിലേക്ക് പോകുന്നത്? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. മാഡം കാനുങ്കോ. യെസ് രുദ്ര. Ibaiska statue creato. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാഡം കാനുങ്കോ. ഈ മാഡം കാനുങ്കോനിക്ക് എന്നാ പറ്റിയേ? രുദ്ര, ഇപ്പോൾ മിസ് മെലോഡി പാടുന്ന പാട്ടൊക്കെ അപസ്വരമാണ്. ഈ ടീച്ചേഴ്സ് എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് വ്യത്യാസമായിട്ട് പെരുമാറുന്നേ? എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ ഇവിടെ. മാഡം കാനുങ്കോയുടെ ഷാഡോ മിസ്സിംഗ് ആണല്ലോ ഇവിടെ. ബാക്കി ടീച്ചേഴ്സിന്റെ ഷാഡോ മിസ്സിംഗ് ആണ്. മൈര, ഇതെല്ലാരും നമ്മുടെ ടീച്ചേഴ്സ് പോലും അല്ല. എന്ന് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സും ഓരോരുത്തരായി മായമായി മറഞ്ഞു പോവുകയാണല്ലോ. ഇതെല്ലാം ഇല്യൂഷൻ ആണ് മൈറ. അതിന്റെ അർത്ഥം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം എന്തോ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുവാണ്. വരൂ, പെട്ടെന്ന് MBTV ചെക്ക് ചെയ്യണം. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ഇത് എങ്ങോട്ടാ പോയത്?
ആ അവിടെ തന്നെ പോയി നോക്കാം. രുദ്ര, ഞങ്ങൾ നിന്റെ അടുത്തോടാണ് വന്നോണ്ടിരുന്നത്. ഇന്ന് അതിരാവിലെ എന്റെ സംശയം വളരെ ശരിയായിരുന്നു. ടീച്ചേഴ്സിനെ അങ്ങനെ ആരും ഹിപ്നോട്ടൈസ് ചെയ്തത്? ഇങ്ങനത്തെ സ്പെൽ വെറും ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഷാക്കാലാണോ? ഞാനും വരുന്നു. നിൽക്ക് കൂട്ടുകാരെ. ഓഹോ, ഇനിയാണ് എന്റെ കളി തുടങ്ങാൻ പോകുന്നത്. ഇനി കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. രുദ്ര അകത്തേക്ക് കയറി കഴിഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് കയറിയത്. പക്ഷേ ഇനി ഒരിക്കലും അവൻ പുറത്തേക്ക് ഇറങ്ങി വരാനാവില്ല. ശരിക്കും കുടുങ്ങിപ്പോയി. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഈ സ്ഥലം വളരെ ഇരുട്ട് നിറഞ്ഞതാണല്ലോ. നമ്മളിപ്പോൾ ശരിക്കും ഏതോ കോബ്രയുടെ വയറ്റിനകത്ത് പോകുന്നത് പോലെയുണ്ടല്ലോ. എന്തോന്ന്? കിട്ടിപ്പോയി ലുമിനാറ്റോ. ആ തീപ്പന്തമൊക്കെ എങ്ങനെയാ മറഞ്ഞുപോയത്? ഈ കേവിലെ വാൾസിലെന്തോ മാജിക് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. വരും, നമുക്ക് പുറത്തു പോകാം. ഇതെങ്ങനെയാ സംഭവിച്ചത്? രുദ്ര, താഴേക്ക് നോക്ക്. ഫ്ലോട്ടിംഗ് മാട്രസ് ക്രിയേറ്റോ. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാ. രുദ്ര, ഇനി എന്റെ ഈ സ്നേക് ഗുഹയായിരിക്കും നിന്റെ പുതിയ വീട്. നീ ഇതിന്റെ അകത്ത് കിടന്ന് എത്ര വേണമെങ്കിലും മാജിക് കാണിച്ചോ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിന്റെ മാജിക് ഒന്നും വർക്കാവില്ല. അതുപോലെ തന്നെ നിനക്ക് ഇതിനകത്ത് ഒരുപാട് നേരമൊന്നും കറങ്ങി നടക്കാനാവില്ല. രുദ്ര, ഷാർക്കാൽ പൂർണ്ണമായും തയ്യാറായിരിക്കുകയാണ്. നമ്മളുടെ മാജിക് ഒന്നും. എന്ന് വെച്ചാൽ നമുക്കിനി ഇവിടുന്ന് ഒരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റില്ലേ? നമുക്ക് ഇവിടുന്ന് മേളിലോട്ട് പോകാൻ പറ്റത്തില്ല. വരും, നമുക്ക് മുന്നോട്ട് പോകാം. എന്തെങ്കിലും ഒരു വഴി എന്തായാലും കിട്ടും. കലക്കി ഷാക്കാൽ, ഇത്തവണ രുദ്രയെ നീ ശരിക്കും കുടുക്കി കളഞ്ഞു. എനിക്ക് മാത്രമേ ഇങ്ങനെ ചൂട് അനുഭവപ്പെടുന്നുള്ളൂ. അല്ല, ശരിക്കും ഇവിടെ ചൂടാണോ? കേവ്സിനകത്ത് തണുപ്പല്ലേ, ഇവിടെ മാത്രം എന്താ ഇത്രയും ചൂട്? തീർച്ചയായിട്ടും എന്തോ പ്രശ്നമുണ്ട്. കൂട്ടുകാരെ, അങ്ങോട്ട് നോക്ക്. ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു വഴി കിട്ടിക്കഴിഞ്ഞു. അവിടെ വെള്ളമുണ്ട്, പിന്നെയും എന്തിനാ ഇത്രയും ചൂട്? വരുൺ, അവിടെ നിൽക്ക്. അത് വെള്ളമല്ല. അവിടെ നിൽക്ക് വരുൺ, അവിടെ നിൽക്ക്.
നീ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തത് രുദ്ര? സ്വിമ്മിങ് ചെയ്യാന്ന് വിചാരിച്ചില്ല ഞാൻ എടുത്ത് ചാടിയത്. അത് വെള്ളമല്ല, ലാവയാണ്. ലാവ? ഓടിക്കോ. ഈ കല്ലുകളാണെങ്കിൽ ടാപ്പോ ഗെയിമിലെ പോലെ അടുത്തടുത്താണല്ലോ വെച്ചിരിക്കുന്നത്. മൈറ, വരുൺ, ഫോളോ മീ. ഇപ്പൊ നിങ്ങള് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവുകയാണല്ലേ രുദ്ര? നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ഒളിച്ചിരുന്നോ. പക്ഷെ ഇവരെ രക്ഷിക്കണമെങ്കിൽ നിനക്ക് പുറത്തേക്ക് വന്നേ മതിയാകൂ. തുറന്നു വിട്, രക്ഷിക്കണേ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ, രക്ഷിക്കൂ. ഇപ്പോഴാണ് കളി ശരിക്കും ചൂട് പിടിച്ചിരിക്കുന്നത്. ഷക്കാൽ, രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓ, അത് കൊള്ളാം 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 കൊള്ളാം. അത് നീ എന്റെ അടുത്ത് പറയണ്ട. ഈ വീരവാദമൊക്കെ നിന്റെ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി പറഞ്ഞാ മതി. ഒരു മിനിറ്റിനുള്ളിൽ, ഒരു മിനിറ്റിനുള്ളിൽ നിന്റെ ഈ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഒക്കെ ഈ പാമ്പിന്റെ വായ്ക്കുള്ളിൽ കൂടി കേറി വയറിനകത്തെത്തും. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ടാ പേടിക്കണം. ഞാനാണ് ഷാക്കാൽ. മാരാ മണ്ടൻ, രുദ്രയ്ക്ക് അങ്ങനെ ചെയ്യാൻ ഒരു ചാൻസ് എന്തിനാ കൊടുത്തത്? നിന്റെ സമയം തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് രക്ഷിക്കേ. ഒരു മിനിറ്റോ? എനിക്ക് ചില സെക്കൻഡ്സിന്റെ കാര്യമേ ഉള്ളൂ. ഞാൻ വെറുതെ വിടില്ല രുദ്ര. വളരെയധികം കൂടുന്നുണ്ട് നിന്റെ കളി. ഞാനിപ്പോ ഇവിടുന്ന് പോവാ. അതുപോലെ തന്നെ നിനക്ക് ഈ ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് പറന്ന് വരാനും കഴിയില്ല. അതുപോലെ നിനക്ക് ഈ ഗുഹ തകർക്കാനും കഴിയില്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ പറക്കും, തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യും. ഓവർ കോൺഫിഡൻസ് ആണോടാ മോനെ. രുദ്ര, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? യെസ് മൈറ. നീ അവനെ ചാലഞ്ച് ചെയ്തോ രുദ്ര? പക്ഷെ നമ്മളെല്ലാരും ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? അതേ രുദ്ര, പുറത്തേക്ക് പോകാൻ നമ്മുടെ മാജിക് ഒന്നും വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ലല്ലോ. നീ നോക്കിക്കൊണ്ടിരിക്കും മൈറ. രുദ്ര, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു.
ഒരു പക്ഷെ ഒരു തലയ്ക്ക് പട്ട് വലുത് പിടിച്ചോ? വരുൺ, രുദ്ര തീർച്ചയായിട്ടും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. വരൂ, നമുക്ക് ചെന്ന് സഹായിക്കാം. വളരെ നല്ലത്. വരൂ ഇപ്പോ. വരൂ, ഉടനെ വരൂ. പെട്ടെന്ന് വരൂ. രുദ്ര, പ്ലാൻ എന്താ? ഓർമ്മയില്ലേ, നമ്മൾ കോബ്രയുടെ വായിക്കാത്തോടെ അകത്തോട് വന്നേ. അത് വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ കോബ്രയുടെ വയറ്റിനകത്താണ്. വയറിന് എന്തെങ്കിലും സംഭവിച്ചാ എന്ത് സംഭവിക്കും ആലോചിച്ചേ. എനിക്കറിയാം, വോമിറ്റ് സംഭവിക്കും. ശരിയായ ഉത്തരം. എല്ലാരും നിങ്ങളുടെ കൈ പിടിച്ചേക്ക്. ഇനി എന്ത് സംഭവിക്കും രുദ്ര? വോമിറ്റ്. അവിടെ എന്താ സംഭവിച്ചേ? നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടേ. താങ്ക് യു രുദ്ര. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മാഡം കാനുങ്കോ. രുദ്ര, ഇനിയും സെലിബ്രേഷൻ ബാക്കിയുണ്ട് അല്ലേ? അതെ മൈറ, ആബ്സല്യൂട്ട്ലി. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക. എന്നെ ഞാൻ വെറുതെ വിടില്ല. രുദ്ര എവിടെ പോയി? അത് കൊള്ളാം. ഞാനും നിന്റെ അടുത്ത് ഇത് തന്നെയാ പറയാൻ പോകുന്നത്. Catch it, Myra. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്ര രുദ്ര രുദ്ര, ഇതൊരു സ്റ്റോൺ കോബ്രയാണെന്ന് നീ മറന്നു പോയിരിക്കുന്നു. വേഗം ചെയ്യ്. അതെന്നെ പിടിച്ച് കഴിക്കുന്നതിന് മുന്നേ ആ കോബ്രനെ ആരുടെങ്കിലും ആഹാരമായിട്ട് മാറ്റണം. Mangus Creato.
സിബായിസ്ക സ്റ്റോണിനെ മറ്റൊരു സ്റ്റോൺ കട്ട് ചെയ്യട്ടെ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഷാക്കാൽ, ഇത്തവണ നീ എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തിരിക്കുക. നീ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. ആ സംഗതിയാകെ കൈവിട്ടു പോയല്ലോ. എന്തെങ്കിലും ഉടൻ ചെയ്തേ മതിയാവൂ. മാഡം കാനങ്കോ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ലെന്നേ. ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഷക്ലീന, ഷാക്കാലിന്റെ കാര്യം നീ നോക്കിക്കോ. ഇനിയൊരു തവണ ഈ സ്കൂളിൽ അവനെ കണ്ടാ? ഇല്ല മാഡം, ഇനി ഒരിക്കലും കാണില്ല. അയാൾ കാരണം ഞാനും ഇപ്പോൾ വലിയ ടെൻഷനിലാ. ഞാൻ ഇയാളെ എവിടെയെങ്കിലും ദൂരേക്ക് പറഞ്ഞയച്ചേക്കാം. ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ. രുദ്ര, വീണ്ടും ഒരിക്കൽ കൂടി നീ വിപരീതങ്ങൾ നടക്കാതെ രക്ഷിച്ചിരിക്കുക. അതിന്റെ കടമയാണ് മാൻ. എസ്കേപ്പ് പ്ലാൻ ശരിക്കും വർക്കൗട്ടായി. അല്ലെങ്കിൽ നമ്മളും മയൂര, വരുൺ, രുദ്രയെ പോലെ പോഷൻ ക്ലാസിന് വേണ്ടി ബോറിംഗ് പ്ലാൻസ് കളക്ട് ചെയ്യേണ്ടി വന്നേനെ. ജെനി, ജോഡി, ജെനി, ജോഡി, ജെനി, ജോഡി, ജെനി, ജെനി. അത് രണ്ടാളും ഇത് എങ്ങോട്ടാ പോയത്? നമ്മൾ എന്തിനാ വെറുതെ അവരെ അന്വേഷിച്ച് സമയം കളയുന്നത്? നമുക്ക് ഒരുപാട് പ്ലാൻസ് കളക്ട് ചെയ്യാനുണ്ടല്ലോ. ലെറ്റ്സ് ഹോപ്പ് അവരെ വേഗം കിട്ടുമെന്ന്. മാഡം കാനുങ്കോ നമ്മളെ ഓൾറെഡി വോൺ ചെയ്തതാ. ഈ ജംഗിളിൽ ഒരുപാട് പവർഫുൾ മാജിക്കൽ ഫോഴ്സസ് ഉണ്ടെന്ന്. അതിനെയൊന്നും നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചിട്ടില്ല. ദേ മേ ബി ഇൻ ട്രബിൾ. Eldoras, Kadoras, Eldam, Dotam. ജെനി, നമ്മളിപ്പോ രക്ഷപ്പെട്ടു. താങ്ക് ഗോഡ്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ജെനി, ജോഡി, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ക്രാഷ് ചെയ്തപ്പോ ശബ്ദം ഇവിടുന്നല്ലേ വന്നത്? ഐ ഹോപ്പ് അവർക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന്.
വാ നമുക്ക് അകത്ത് പോയി പതുങ്ങിയിരിക്കാം. ഞാൻ ഓപ്പൺ ചെയ്യാം. ഇക്കണക്കിന് പോയാൽ ഇന്ന് ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ജെനി, ജെനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ജോർഡി എവിടെയാ? ജോർഡി, നീ ഇത് എന്താണ് ചെയ്തത് ജോഡി? ഞാൻ എന്താ ചെയ്തേ? നീയല്ലേ എന്നെ പിടിച്ച് വലിച്ചത്? ഞാനോ അതോ നീയോ? നിങ്ങൾ രണ്ടുപേരും ചില്ലിയേ. നീ കാരണം നമ്മളെല്ലാരും ഇതിനകത്ത് കുടുങ്ങിപ്പോയത്. നിങ്ങളെ കാരണമല്ല, നീയാണ് എല്ലാരും പിടിച്ച് അകത്തേക്ക് വലിച്ചത്. രുദ്ര, നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റുമല്ലോ അല്ലേ? എന്തോന്ന് ചീ? ഇതൊക്കെ നോർമൽ ബോഡി ഫംഗ്ഷനാ, മനസ്സിലായല്ലോ? നീ ബയോളജി പഠിച്ചിട്ടില്ലേ? നിനക്ക് ബയോളജി അത്ര ഇഷ്ടമാണെങ്കിലേ എന്നാ ഇങ്ങോട്ട് വാ. ഞാൻ നിന്നെ നിന്റെ 206 എല്ലുകളോടൊപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. നിങ്ങൾ രണ്ടുപേരും just stop it, okay? ജെനി ആൻഡ് ജോഡി, എപ്പോഴും നിങ്ങൾ രണ്ടുപേര് കാരണം നമ്മൾ എല്ലാരും ഒരു പ്രശ്നത്തിൽ ചെന്ന് കുടുങ്ങുന്നത് പതിവായിരിക്കുക. അതിന് ഞങ്ങളുടെ പിറകെ വരാൻ നിങ്ങളോട് ആരോ എന്താ പറഞ്ഞേ? ഇനി നിങ്ങൾ രണ്ടുപേരും തുടങ്ങാതിരിക്കേ. ഇത് വഴക്ക് പിടിക്കേണ്ട സമയമൊന്നുമല്ല. ലെറ്റ്സ് ഫൈൻഡ് എ വേ ഔട്ട്. ലൂമോ ഷാറ്ററോർ. Everyone, താഴെ ഇരിക്ക്. Now. നിന്റെ സ്പെല്ല് എന്തെങ്കിലും ഫെയിൽ ആയി പോയത്? സൈലൻസ്. നിങ്ങൾ എല്ലാരും ഒന്ന് കാണ്. നിങ്ങൾ എല്ലാരെയും ഞാൻ എങ്ങനെയാ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? അബം തബം ബഹാരം. ജെനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഗൈസ്, ശാന്തമായിട്ടിരിക്കുക. വെളിയിലൊരു ജയന്റ് ഫിഗർ ഉണ്ട്. I think we are on the move. എനിക്ക് തോന്നുന്നത് ആരോ ബോട്ടിൽ എടുത്തോണ്ട് നടക്കുവാണെന്നാ. ഞങ്ങളുടെ പുറകെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കില് നമ്മൾ ഇതിനകത്ത് കുടുങ്ങി പോവില്ലായിരുന്നു. ജെനി, എനിക്ക് ശരിക്കും പേടിയാവുന്നു. Hey guys, ഡിസ്റ്റൻസിൽ എനിക്ക് വീട് പോലെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോ എന്റെ വീട്ടിലേക്കാ പോണ്ടത്. മമ്മി, എനിക്കൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ പ്ലീസ്. എനിക്ക് എല്ലാം തെളിച്ച് കാണാൻ പറ്റുന്നുണ്ട്. നീ എന്നെ രക്ഷിച്ചു. താങ്ക് യു, താങ്ക് യു. എനിക്ക് വേണ്ടി ടോയ് കൊണ്ടുവന്നിരിക്കുന്നു. ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ നല്ല അച്ഛനാണ് സത്യം. അച്ഛ,
ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ആഹാ. ആദ്യം നീ നിന്റെ പുതിയ ടോയ്സ് ഒന്ന് ശരിക്കും നോക്ക്. അച്ഛാ, അതിലൊരാൾ താഴെ വീഴുകയായിരുന്നു. ഞാൻ അവനെ പെട്ടെന്ന് വന്ന് പിടിച്ചു. നീ പിടിക്കായിരുന്നോ അതാ ടോയ്സ് പൊട്ടിക്കുകയായിരുന്നോ? അച്ഛാ, ഇവന് കണ്ടായിരുന്നോ? ഇവന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവ ഓക്കെയാണ്. രുദ്ര, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നോ റോക്സ്. ഈ ടോയ്സിന് നിനക്ക് എപ്പോഴാ കിട്ടാന്നറിയോ? അതിനാദ്യം നീ നിന്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നീ നിന്റെ എല്ലാ ടോയ്സും അവിടേക്കായിട്ട് വലിച്ചെറിഞ്ഞിട്ടിരിക്കുക. എല്ലാ പേരൻസും ഇക്കാര്യത്തിൽ ഒരുപോലെ തന്നെയുള്ളത്. അച്ഛാ, പ്ലീസ്. എന്നാ പിന്നെ ആ ടോയ്സ് എന്റെ റൂമിൽ വെച്ചേക്കാൻ പറ്റുമോ? പ്ലീസ്. എങ്കിൽ ശരി, ശരി വെച്ചോളൂ. പക്ഷെ സൂക്ഷിക്കണം. നീ ഈ ടോയ്സ് ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്കല്ലേ. അല്ലെങ്കിൽ പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ടോയ്സ് ഞാൻ കൊണ്ടുവരില്ല. പോഷൻ ടൈം. ഇവരെന്തിനാ കൂടുതൽ സ്ട്രോങ് ആയി മാറുന്നത്? സൂക്ഷിക്കണം കേട്ടോ. ബോറിംഗ്, 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 ബോറിംഗ്. ഇവൻ എല്ലാ ടോയ്സിനെയും പീസ് പീസായി തകർത്ത് വെച്ചിരിക്കുകയാണല്ലോ. ഇനി നമ്മളെ എന്ത് ചെയ്യും? എനിക്കിപ്പോ ശരിക്കും പേടിയാവുന്നുണ്ട്. അവൻ നമ്മളെ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവന്റെ അച്ഛൻ അവനെ വാൺ ചെയ്തിട്ട് പോയത് കണ്ടില്ലേ? നീ കണ്ടോ? ഇനി പേടിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും നടക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. കൊള്ളത്തില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ സൈസ് ചെറുതായത് കൊണ്ട് നമ്മുടെ മാജിക്കൽ പവേഴ്സും കുറവായെന്നാ തോന്നുന്നത്. വരുൺ, നീ ഇപ്പൊ എവിടെയാ? മയൂര, നിന്റെ സൈസ് വലുതായാലും ചെറുതായാലും ശരി, നിന്റെ മാജിക് എന്നെ വെറുതെ വിടുന്നില്ല. ഈ അച്ഛന്റെ ഒരു കാര്യം ഒന്നും മനസ്സിലാക്കുന്നില്ല. ഈ പഴയ ടോയ്സ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞാ പോരെ? താങ്ക് ഗോഡ് രുദ്ര, നിന്റെ സ്പെല്ല് വർക്കൗട്ട് ആയി. അല്ലെങ്കിൽ ഞാനൊന്ന് പപ്പടം പോലെ ഫ്ലാറ്റ് ആയി പോയേനെ. നമുക്ക് അവന്റെ ഓൾഡ് ടോയ്സ് റിപ്പയർ ചെയ്ത് കൊടുത്താൽ എന്താ? ഒരു പക്ഷേ അതിനുശേഷം അവൻ നമ്മളെ വിട്ടേച്ച് അതിനോട് കളിക്കാൻ തുടങ്ങിയാലോ? ഇവൻ കുറെ നേരം ഇങ്ങനെ ഉറങ്ങട്ടെ. അതിനകം നമുക്ക് ഓൾഡ് ടോയ്സ് റിപ്പയർ ചെയ്തേക്കാം. ഈ ടോയ്സ് മുഴുവൻ അവൻ തകർത്ത് വെച്ചിരിക്കുക.
ഇത് ശരിയാക്കാൻ പറ്റുന്നില്ല. ഫോക്കസ് ആൻഡ് ബിലീവ് വരുൺ. നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം പുറത്തിറങ്ങണം. പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഈ വാട്ടിന്റെ സൈസ് കണ്ടില്ലേ? മൈ ഫ്രണ്ട്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഈ രുദ്ധ ഇത് എന്തൊക്കെയാ കാണിക്കുന്നേ? അവൻ ആ ഹോൾസിനോട് ഈ കേജ് തകർക്കാൻ പറയുകയാ. Come on, you can do it. Yay! നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? നമ്മളുണ്ടാക്കുന്ന ബഹളം ഈ വലിയ ജയനെ കേൾക്കുന്നത് പോലെയാണല്ലോ നീ പറയുന്നേ. അല്ല ഇതെന്താ? നിങ്ങൾക്ക് എവിടെയാ ഓടിപ്പോകുന്നത്? എന്നിട്ട് ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടാം. അച്ഛാ, എന്നോടൊപ്പം ആരും കളിക്കാൻ വരുന്നില്ല. ആ ടോയ്സ് പോലെ എന്നെ വിട്ട് അകന്നു പോവാണ്. ഞാൻ അത്രയ്ക്ക് മോശമായ കുട്ടിയാണോ? ഏതെങ്കിലും ടോയ്സ് എന്റെ മകനെ കരയിച്ചാൽ അങ്ങനത്തെ ടോയ്സ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇനി വേഗം ചെയ്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. Don't worry, Rudra. വേഗം പുറത്തേക്ക് പോ. വേണ്ട രുദ്ര, നമുക്ക് അവരെ രക്ഷിക്കണ്ടേ?
അതിനുശേഷം അവന്റെ കയ്യിൽ നിന്ന് നമ്മളെ ആര് രക്ഷിക്കും? നമ്മൾ തിരിച്ചു ചെന്നാൽ അവൻ നമ്മളെ വെറുതെ വിടില്ല. ഞാൻ നിങ്ങളെ രക്ഷിക്കാം. നിങ്ങളുടെ മകൻ എവിടെ എങ്ങോട്ടാ പോകുന്നേ? ഹായ് റോക്ക്, ഞാനല്ല രുദ്ര. നിനക്ക് ഞങ്ങളുടെ ഫ്രണ്ട് ആകാമോ? നീയാണ് എന്റെ ഏറ്റവും വലിയ സുഹൃത്ത്. പക്ഷെ ഫ്രണ്ട്ഷിപ്പിന്റെ ആദ്യത്തെ റൂളാണ് നമ്മൾ തമ്മിൽ കെയർ ആൻഡ് റെസ്പെക്ട് ഉണ്ടായിരിക്കണം. തമ്മിൽ ആരെയും ഡിസ്ട്രോയും ചെയ്യാൻ പാടില്ല. സോറി. Watch India's largest kids library only on Jio Hotstar. Download the app now.